ഹലോ ഒരുവൻ, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. അനദർ വീഡിയോ അല്ല, നമ്മൾ ഇന്ന് അങ്ങനെ സാധാരണ ഞാൻ ചെയ്യുന്ന പോലെ ഞാനൊന്ന് മാറ്റി പിടിക്കാന്ന് വിചാരിച്ചു. ഇന്ന് നമ്മൾ വാഴ കാണാൻ പോവാണ്. വിത്ത് മീ 5-6 വാഴകൾ. മെയ് വാഴ ഇരുന്ന് എഡിറ്റ് ചെയ്തോണ്ടിരിക്കുന്നുണ്ട്. ഹായ് വാഴേ. ഓക്കെ, കുറെ വാഴകളുണ്ട്. സാധാരണ ഞാൻ എല്ലാപ്പോഴും ഞാൻ ഫസ്റ്റ് ഷോ തന്നെ പോകാൻ നോക്കാണ്. പക്ഷെ എനിക്ക് ഇപ്രാവശ്യം എന്തുകൊണ്ടോ എല്ലാവരും പോയിരുന്നു കാണണം എന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്ത് നമ്മൾ കാണാൻ പോവാണ്. ഒരു ലോഡ് ആൾക്കാരില്ല, കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ട്. അപ്പൊ എല്ലാവരും കൂടി നമ്മൾ ഇന്ന് പോകാൻ പോവാണ്. സോ എന്തായാലും ഞാനിപ്പോ നേരെ സ്റ്റേഡിയത്തിലേക്ക് പോവാണ്. ഞാൻ നേരെ സ്റ്റേഡിയത്തിലേക്ക് പോയിട്ട് കട്ടനെ കുടിച്ച് ഫുഡൊക്കെ കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് ഫുഡ് പോകുമ്പോൾ കഴിക്കുന്നത് ഇവന് ചെറിയ വർക്ക് തീർക്കാണ്ട്. ആ വർക്ക് തീർത്തതിന് ശേഷം അവനങ്ങോട്ട് വരും. അപ്പൊ ഞാൻ ചെന്ന് കട്ടനെ കുടിച്ചാൽ ദാസെന്നെ കിട്ടുന്ന പ്ലാൻ ചെയ്ത് അവിടെ ഫുഡ് കഴിക്കാൻ പോകണേ, എന്ന് കഴിക്കാൻ പോകുന്നതൊക്കെ പ്ലാൻ ചെയ്ത് സെറ്റ് ആക്കുമ്പോഴത്തേക്കും ഇവനങ്ങ് വരും. സോ പോസ്റ്റ് ഓഫീസ് ഇപ്പോൾ വിളിച്ചിരുന്നിട്ടുണ്ടായിരുന്നു. എത്ര മണിക്കാന്ന് ചോദിച്ചാൽ ഞാൻ ഒരു 11 മണിക്കാണ് പടം. ഞാൻ ഒരു 10:45 പറയുന്നുണ്ട്. ഇല്ലെങ്കിൽ അത് പോസ്റ്റ് ആക്കും. ഇത് അറിയാലോ, പോസ്റ്റ് ഓഫീസ് ആണ്. ഓക്കെ, അപ്പം എന്താ നമുക്ക് നേരെ സ്റ്റേഡിയത്തിലേക്ക് പോവാം. ഗൈസ്, അങ്ങനെ സ്റ്റേഡിയത്തിൽ തെന്നിത്തിരിഞ്ഞ സമയം പറഞ്ഞില്ല. ഇപ്പം സമയം 10:40. എല്ലാത്തിനും വാരിപ്പറക്കിട്ട് ഇപ്പോൾ പോകാൻ പോയാണ്. എല്ലാ വാഴകളും ഉണ്ട്. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ഒരൊറ്റ റിവ്യൂ ഒരു കാര്യം നോക്കില്ല. ഒന്നും ഞാൻ വരുന്ന എല്ലാം സ്കിപ്പടിച്ച് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. വാഴയെ പറ്റിയുള്ള ഒരു അഭിപ്രായം കേൾക്കാൻ ഞാൻ പോവാണ്. ഒരു തേങ്ങ ഞാൻ നോക്കിയിട്ടില്ല. ഒരു തേങ്ങ നോക്കാതെ പോകുന്ന ചെയ്യുക കാര്യം വെച്ചാൽ എനിക്ക് അത്രയും ഫ്രഷ്നസ് കിട്ടാൻ വേണ്ടിയാണ്. എൻ്റെ നമുക്ക് നേരത്തെ തിയേറ്ററിലേക്ക് പോവാം. എല്ലായിടത്തും വാരിപ്പറ 10:40 20 മിനിറ്റ് കൊണ്ട് അവിടെ എത്തിയാൽ വേണം. അതൊക്കെ പോട്ടെ. നിതിൻ വരുമോ എന്തോ, നിതിൻ്റെക്ക് അങ്ങോട്ട് വരാൻ പറ്റും. അവൻ ഇറങ്ങിയതൊന്നും അറിയാൻ പറ്റില്ല. എന്നിട്ട് ഞാൻ അവിടെ ചെന്നിട്ട് കാണാൻ ബാക്കിയാണ്. ഓക്കെ, എൻ്റെ പൊന്നു ടിക്കറ്റിൻ്റെ കാര്യത്തിൽ മൊത്തത്തിൽ കൺഫ്യൂഷൻ. കിളിപാറി പണ്ടാണെങ്കിൽ ഒരു രക്ഷയില്ല ദിവസം. എൻ്റെ പൊന്നും ഒരു രക്ഷയില്ല. പടം തുടങ്ങി. എനിക്ക് പ്രാന്തായി ഇപ്പൊ ആദ്യം അറേഞ്ച് ചെയ്തിട്ട്. ഞാൻ പടം തീർന്നിട്ടൊക്കെ വരാം. ഓക്കെ, ശരിയെന്നാ. പടം കഴിഞ്ഞിറങ്ങി ചിഞ്ഞു പോലെ പടം കഴിഞ്ഞിറങ്ങി എന്റെ കോമഡി കാണുന്നില്ല. ചിഞ്ഞു നീ അവിടെ ഇല്ലേ? എന്തായിരുന്നു അവിടെ? എന്തായിരുന്നു ടിഷ്യൂ കൈ പിടിച്ചിരിക്കുന്നത്? കരഞ്ഞി നീ അവിടെ നിന്നോട്ട് പറ. കരഞ്ഞി എന്തിനാ കരഞ്ഞേ? കരച്ച് ചിരിച്ചിട്ട് വന്ന് ഭയങ്കര കരച്ചു വന്ന്. ഏത് സീൻ കണ്ടപ്പോ കരച്ചു വന്ന്? നല്ല ഇമോഷണൽ സീൻ കണ്ടപ്പോഴല്ലേ പിന്നെ ട്യൂണും കൂടെ വന്നപ്പോ കരഞ്ഞു പോയി. സൗദ് കരഞ്ഞില്ലേ? കരഞ്ഞോ? എല്ലാരും കരഞ്ഞോ? കരഞ്ഞല്ലേ? കല്ലുപോലെ ഇരുന്ന് കളഞ്ഞു സിറാജിക്ക. കല്ലുപോലെ ഇരുന്ന് കളഞ്ഞു. ലാസ്റ്റ് കരഞ്ഞത് കല്യാണത്തിനാണ് പുള്ളിയുടെ. പടത്തിനെ പറ്റി ചോദിക്കുമ്പോഴത്തേക്കും ഫസ്റ്റ് വേറൊരു മൂഡാണ്. സെക്കൻഡ് പക്ഷെ കുറച്ചും കൂടി ഫാർ ബെറ്റർ ആണ്. 100K എന്തായാലും ലോഡിങ് ഉറപ്പാണ്. ും ഞങ്ങളെ പോലുള്ള ജെൻസി പിള്ളേർക്കൊക്കെ പറ്റുന്ന ഒരു പടമാണ്. അജിത്ത് പടത്തിന്റെ ത്രൂ ഔട്ട് കരച്ചിലായിരുന്നു. അജിത്ത് ഇവന് നിതിനും കരച്ചിലായിരുന്നു. അയ്യോ, മഴ നനഞ്ഞ് കുതിർന്ന് വന്നിരിക്കുകയാണ് ഗൈസ്. എനിക്ക് സത്യം പറഞ്ഞാൽ എനിക്ക് ഈ വീഡിയോ നാളെ രാവിലെ എടുത്താൽ കൊള്ളുന്നുണ്ടായിരുന്നു. പക്ഷെ എനിക്ക് പറ്റാനില്ല. ഒരു 10 പേർക്ക് ഇത് പറയാണ്ട് കിടന്നുറങ്ങാൻ പറ്റാനില്ല എന്ന് ചെയ്യാം. ഇങ്ങനെ ഉണ്ടിക്കിടക്കുന്ന സാധനം ഇങ്ങനെ പുറത്തോട്ട് വന്നിട്ട് എനിക്കിങ്ങനെ പറഞ്ഞേ പറ്റത്തുള്ളൂ എന്നുള്ള സിറ്റുവേഷൻ ആയിപ്പോയി. എന്ന് വെച്ചാൽ വെറുത്ത് വാച്ച് കഴിഞ്ഞാൽ വെറുത്തിൻ്റെ അങ്ങപ്പുറത്ത് വെറുത്ത് വാച്ച് ചെയ്യും. സീരിയസ്ലി പറയാം, ഇത്രയും എന്താ പറയുക, പുതുമുഖങ്ങളെ വെച്ചിട്ട് നായകന്മാരൊക്കെ വെച്ച പടം 100K അടിക്കുക എന്ന് പറഞ്ഞാൽ ചരിത്രം എന്ന് വെച്ചാൽ ചരിത്രത്തിന് അങ്ങേറെ ചരിത്രമാണ്. ഒരു മിനിറ്റ്, ഒരു സെക്കൻഡ്, ഒരു മിടിപ്പ് പോലും ഞാൻ നമ്മുടെ സ്ക്രീനിൽ നിന്ന് ഒരു ചെറുതായിട്ട് മാറുന്ന ഒരു സീൻ പോലും ഉണ്ടായിട്ടില്ല. എൻ്റെ സൗണ്ട് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അത്രയും കാറിക്കൂവി ബഹളം വെച്ച് ഉണ്ടാക്കുക. എൻ്റെ പോയെന്ന് വെച്ചാൽ ഞാൻ സീരിയസ് ഞാൻ പറയാം, 1-2 റീലും കാര്യങ്ങളൊക്കെ രാവിലെ കണ്ടിരുന്നത്. ഹാഷിരൊക്കെ ഭയങ്കര ഇമോഷണൽ ആവുന്ന സീൻ അതൊക്കെ കണ്ടിരുന്നത്. പക്ഷേ ഇമോഷൻ ആവാൻ മാത്രം ഉണ്ട്. അവന്മാരുടെ അഭിനയം എന്ന് വെച്ചാൽ ആദ്യം അഭിനയം ഒരു രക്ഷയില്ല. അവർ 4 പേര് വേറെ ലെവലിൽ കാഴ്ചിട്ടുണ്ട്. അതിനകത്ത് ഏറ്റവും കൂടുതൽ എനിക്ക് എടുത്ത് പറയാണ്ട് കുറച്ചൊരു ഇമോഷൻസ് കറക്റ്റായ ഒരാളെന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ആരാധന ഇതിനെ അജിൻ അമ്പോ
ചില സീനൊക്കെ ഉണ്ട്, അവരുടെ എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ട് വേറെ ലെവൽ. എന്നാൽ ബാക്കിയുള്ളവർ അതിനനുസരിച്ച് പോരാന്നല്ല, ബാക്കിയുള്ളവർ അതിനനുസരിച്ച് അവരുടെ ക്യാരക്ടറിനനുസരിച്ച് കട്ടൊക്കെ നിന്നിട്ടുണ്ട്. ഹാഷിർ പറയാമല്ലോ, ഹംബോ ഒരു രക്ഷയില്ല. എന്നുവെച്ചാൽ ലവ് സീൻസ് ആണേലും പിന്നെ സങ്കടമാണേലും എന്താ പറയുക മാസാണെങ്കിലും ഫൈറ്റ് ആണെങ്കിലും എല്ലാം ഒന്നിനൊന്നും വെച്ചോ വെച്ചാൽ അവരുടെ മുഴുവൻ അവരുടെ ഉള്ളിലുള്ള സാധനം മൊത്തം ഊറ്റി എടുത്തിട്ടുണ്ട്. അമ്മ രീതിക്ക് പണിയെടുത്തിട്ടുണ്ട്. ഫൈറ്റ് സീനൊക്കെ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നോ, ഫസ്റ്റ് ഹാഫ് ശ്വാസം കിട്ടാണ്ട് എറിഞ്ഞിരിച്ചിട്ടുണ്ട്. ഫസ്റ്റ് ഹാഫ് ഫൈറ്റ് സീനൊക്കെ ഇങ്ങനെ രോമാഞ്ചം കയറി ഇങ്ങനെ കയറി അമ്മാരി സാധനമൊക്കെ ഫൈറ്റ് എന്ന് പറഞ്ഞാൽ തിരിച്ച് ഇതിനകത്ത് അവർ പല പോഡ്കാസ്റ്റുകളിലും പല ആൾക്കാരും പലയിടത്തും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഒന്ന് 3-4 ആംബുലൻസുകൾ വന്ന് നിൽപ്പുണ്ടായിരുന്നു. ഓരോരുത്തർ ഓരോ പ്രാവശ്യം ഓരോ സീൻ എടുക്കുമ്പോഴത്തേക്കും കൊണ്ടുപോകാൻ വേണ്ടി വെച്ചിരുന്നില്ല. അതിപ്പോഴാണ് അതിൻ്റെ കാര്യം വിളിച്ചു. അമ്മാരി ഫൈറ്റ് എന്ന് പറഞ്ഞാൽ അമ്മാരി ഫൈറ്റ്. ഇത്രയും ചെറിയ പടത്തിനകത്ത് ഇത്രയും ഫൈറ്റ് എന്ന് പറയുമ്പോഴത്തേക്കും വേറെ പീക്ക് ലെവൽ പെർഫോമൻസിൻ്റെ അങ്ങേ അറ്റം. കോമഡി എന്ന് പറഞ്ഞാൽ നമ്മുടെ അമീനും ടീമും ഉണ്ട്. അമീനും ടീമിൻ്റെ ഒക്കെ ഒരു കോമഡി സീനുണ്ട്. എൻ്റെ പൊന്നടാ ചിരി പൊണ്ടരടങ്ങി. കോമഡി മാത്രമല്ല കേട്ടോ, അമീനൊക്കെ എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ അവന്മാർക്ക് ഈ എന്താ പറയുക റൂഡായിട്ടുള്ള ക്യാരക്ടേഴ്സ് ഇല്ലേ, കലിപ്പ് സാധനങ്ങൾ അവന്മാർക്ക് നന്നായിട്ട് ചെയ്യാൻ പറ്റുന്ന കാര്യത്തിൽ എഴുതി ഒപ്പിട്ട് തരാൻ പറ്റും. അമ്മ രീതി കിട്ടിയിട്ടുണ്ട്. ഒരു രക്ഷയില്ലാത്ത പെർഫോമൻസ് ലെവലും പീക്ക് ലെവലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ആണെങ്കിലും സോങ്സ് ആണെങ്കിലും എല്ലാം ഒന്നിനെന്ന് വെച്ചോ ഒരു ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ട്. ഒരു സാധനം തുടങ്ങുമ്പോൾ ഒരു സാധനമുണ്ട്, എൻ്റെ പൊന്നോ അത് കേൾക്കുമ്പോഴേ നമ്മുടെ മണിച്ചേട്ടൻ്റെ പാട്ടുണ്ട് കണക്റ്റ് ആയിട്ട് സാധനം വരുന്നത്. ഇങ്ങനെ രോമം എണീറ്റിരിക്കും, രോമം ഇങ്ങനെ ഉണ്ടത് പറയുമ്പോൾ തന്നെ ഇങ്ങനെ വിട്ടുന്ന ഇങ്ങനെ തരിപ്പ് കയറി വരുവാണ്. സീരിയസ്ലി പറയാം, ഇത് 1 ടൈം അല്ല 2 ടൈം വായിച്ചുകൊണ്ട് എനിക്ക് 1 ഉറപ്പ് കാണുന്നുണ്ട്. അമ്മാര് സീരിയസ് പക്ഷേ നമ്മൾ ആ മൂവിയിലേക്ക് ഭയങ്കരമായിട്ട് ഇറങ്ങിച്ചെന്നൊരു ഫീലാണ്, ഭയങ്കര സാറ്റിസ്ഫാക്ഷൻ കിട്ടിയൊരു ഫീലാണ്. നമ്മൾ ആ മൂവിക്കകത്തുള്ളൊരു ഫീലാണ്. എന്ന് ചെയ്യാൻ അത് പറയാനുള്ള കാര്യം ചെയ്യാൻ നമ്മളെല്ലാവരും ഫോണിൽ അത് നമ്മൾ നിരന്തരം കണ്ടുകൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. ശബരി, ഹാഷിർ, അമീൻ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ. ശബരിയുടെ കൂട്ടത്തിൽ 2 പേരുണ്ട് അവന്മാരാണെങ്കിലും ഹാഷിറാണെങ്കിലും അമീനാണെങ്കിലും നമ്മളെല്ലാവരും ഡെയിലി കാണുന്ന ആൾക്കാരാണ്, ഓരോ റീലിലും കാണുന്നതാണ് അവർ. അപ്പോഴത്തേക്കും നമുക്ക് അവരഭിനയിക്കാൻ നേരത്തെ നമ്മൾ ആ സിനിമയിലേക്ക് നമ്മളെ കൂടെ ഉൾപ്പെട്ടുള്ള സീനാണ്. ഇമോഷണൽ സീനൊക്കെ ഉണ്ട്. എൻ്റെ പൊന്നോ അതൊക്കെ എന്ന് വെച്ചാൽ പൊന്നോ. അതാണ് നേരത്തെ ഞാൻ കാണിച്ചില്ലേ, കൃഷ്ണ ഇരുന്ന് കരഞ്ഞ ഞാൻ പറഞ്ഞില്ലേ, കൃഷ്ണ ഇരുന്ന് കരഞ്ഞ അത്ര നല്ല ഇമോഷൻ സീനുണ്ട്. സൗദ് ആണെങ്കിലും കരഞ്ഞിട്ടുണ്ട്, പലരും കരഞ്ഞിട്ടുണ്ട്. ഞാൻ കരഞ്ഞോ ഇല്ലയെന്ന് ഞാൻ കരഞ്ഞിട്ടില്ല, പക്ഷെ എനിക്ക് ഭയങ്കര ഞാൻ ഡൗൺ ആയിപ്പോൾ. ഇങ്ങനെ എന്താ പറയുക ഇങ്ങനെ അയ്യോ എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ സീനായിപ്പോൾ. അത്രയും ഇമോഷൻ സീൻസ് ഭയങ്കര പ്രാധാന്യം കൊടുത്തിട്ടുണ്ട്. ഒരു ഇൻ്റർവൽ സീനുണ്ട്, എൻ്റെ പൊന്നടാവോയെ പീക്ക് ലെവൽ സാധനം വെച്ചാൽ പീക്കിൻ്റെ അങ്ങ് അറ്റം നിൽക്കുന്ന സാധനം. ഓയ്യോ എനിക്ക് ഒന്നുകൂടെ പോയി കാണുമോ. എനിക്ക് പടം കണ്ട് തീർന്നിട്ടും കണ്ട് ഒന്നുകൂടെ കാണാനുള്ള തുര ഉള്ളിൽ കിടന്ന് കളിച്ചോണ്ടിരിക്കുക. സത്യം പറയില്ല, ഒരു മിക്കവാറും തിങ്കളാഴ്ച ചെയ്യുമ്പോഴത്തേക്ക് 100 കോടി അടിച്ചതിൻ്റെ കാണാൻ പറ്റും. എല്ലാ തിയേറ്റർ ഹൗസ്ഫുള്ളിൽ സകല തിയേറ്റർ, അത് 1200 പേർക്ക് ഇരിക്കാനുള്ള കവിത തിയേറ്റർ വരെ ഫുള്ള്. ആലോചിച്ചു അത്രയും പേര് ഇരിക്കാനുള്ള കവിത തിയേറ്റർ ഹൗസിൽ നിന്ന് ബോർഡ് ഫ്രണ്ടിൽ തൂക്കിയിരിക്കുന്നത് ഞാൻ വന്നപ്പോഴത്തേക്ക്. അവന്മാർ ലീവിൽ പടം നിങ്ങൾ പലരും ഇപ്പോൾ ടിക്കറ്റ് കിട്ടാൻ സാധ്യതയില്ല, എന്നാലും നിങ്ങൾ പറ്റുന്ന തിയേറ്ററിൽ ഇപ്പോൾ തന്നെ സാറ്റിസ്ഫൈഡ് എന്ന് വെച്ചാൽ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആയി. എനിക്ക് എൻ്റെ പൊന്നി എനിക്ക് 100 രൂപ കാണണം, 100 രൂപ കണ്ടാൽ ഇത് അത്രേ ആവത്തുള്ളൂ. അമ്മൊരു സാധനം കോമഡി ഫൈറ്റ് റൊമാൻസ് എല്ലാം ഒന്നിനൊന്നും വെച്ച് പണ്ട സാധനം. അത് എൻ്റെ പോലെ 100 crore എഴുതി ഒപ്പിട്ട് വന്നിരിക്കുന്നു. അപ്പം എനിക്ക് എൻ്റെ ഇതിങ്ങനെ കയറി വന്നിട്ട് എനിക്ക് പറ്റില്ല. അതാണ് ഞാൻ പറഞ്ഞത്, എനിക്ക് പറയാണ്ട് കിടന്നുറങ്ങാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഇത്രയൊക്കെ നമ്മുടെ കുഞ്ഞു റിവ്യൂ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നത്. നിങ്ങളും കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, അപ്പം ഇനി രണ്ടാമത് ഞാൻ പോയി കണ്ടിട്ട് അതിൻ്റെ വ്ളോഗുമായിട്ട് വരാം. അപ്പോൾ മറ്റൊരു വീഡിയോ വീണ്ടും സന്ധിക്കും വരയ്ക്കും. വണക്കം.